الحمدلله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة المؤمنون أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, മുത്തഖീങ്ങളായി തഖ്വയുള്ളവരായി ജീവിക്കണം എന്ന് വസിയ്യത്ത് ചെയ്യുന്നു. പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചത്. ഖുർആനിന്റെ പ്രാധാന്യവും അതിന്റെ മഹത്വവും സൂചിപ്പിക്കുകയുണ്ടായി. ഇന്ന് അതിന്റെ ബാക്കി കുറച്ചു കാര്യം കൂടി പറയണം എന്നുദ്ദേശിച്ച് അപ്പോഴാണ് പ്രധാനപ്പെട്ട ഒരു സംഗതി ശ്രദ്ധയിൽപ്പെട്ടത്. സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ള ഫലസ്തീനിലെ ഒരു ഖതീബിന്റെ ഒരു ഖുത്ബ. ആ ഖുത്ബക്ക് അറബ് ലോകം കൊടുത്ത ഹെഡിങ്, തലവാചകം അഖ്സറു ഖുത്ബത്തിൻ ഫിൽ ആലം എന്നാണ്. ലോകത്ത് നടത്തപ്പെട്ട ഖുത്ബകളിൽ ഏറ്റവും ഷോർട്ടായിട്ടുള്ള ഖുത്ബ, അഖ്സറു ഖുത്ബ, വെരി ഷോർട്ട്. ഇമാം പറഞ്ഞത് അന ലാ അഖ്തദിറു അലൽ ഖുത്ബത്തി ബിൽ ജൂഅ. വിശപ്പ് കാരണം എനിക്കൊന്നും പറയാൻ കഴിയുന്നില്ല. വലാ തസ്തതിഊനൽ ഇസ്തിമാഅ ബിസബബിൽ ജൂഅ. അഥവാ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ വിശപ്പ് കാരണം നിങ്ങൾക്കത് കേൾക്കാനും കഴിയില്ല. അതുകൊണ്ട് അഖിമിസ്സലാ, നിസ്കരിക്കുക. ഇത് ലോകത്ത് വല്ലാത്ത വൈറലായി. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ സംസാരിച്ചു, ഇപ്പോഴും സംസാരിച്ചു കൊണ്ടേയിരിക്കും. ഗസയിലെ പട്ടിണി മാത്രം കാരണമായിട്ട് മരിച്ചവരുടെ കണക്ക് ഇന്നത്തെ പത്രങ്ങൾ എഴുതിയത് 239 പേരാണ്, കുറഞ്ഞ ദിവസം കൊണ്ട്. ഭക്ഷണത്തിന് വിളിച്ചു വരുത്തിയിട്ട് പോലും ഇസ്രായേല് അവർക്ക് മേൽ മിസൈലുകളുടെ. പക്ഷെ നമുക്കൊന്നും, ലോകത്തിലെ മറ്റു രാജ്യങ്ങൾക്കൊന്നും തന്നെ എന്താണ് പട്ടിണി എന്നത് ശരിക്കും അറിയില്ല. നമുക്കും അതറിയില്ല. എന്താണ് ഈ പട്ടിണി, എന്താണ് വിശപ്പ്, നമ്മൾ അറിയുന്നുണ്ടോ? നമ്മുടെ കുട്ടികൾ അറിയുന്നുണ്ടോ? അതൊക്കെ അറിയണം എന്നതാണ്.
ഞാനപ്പോ ഒന്ന് പരിശോധിച്ചു, സോഷ്യൽ മീഡിയ ഒന്ന് പരിശോധിച്ചു. അൽ ജസീറ ചാനൽ, ഖത്തറിലെ സ്വതന്ത്ര ചാനലാണ് അൽ ജസീറ. ഫലസ്തീൻ അക്കാഡമിക് വിഭാഗത്തിൽ നിന്നും അവര് പുറത്തുവിട്ട ഒരു വീഡിയോ ക്ലിപ്പാണ് ശ്രദ്ധയിൽപ്പെട്ടത്. അതിലൊരു വ്യക്തി പറയുന്നത്, ഉലമാക്കളോട്, രാജ്യത്തുള്ള, ലോകത്തുള്ള, അറബി നാടുകളിലുള്ള, മറ്റു രാജ്യങ്ങളിലുള്ള ഉലമാക്കളോടാണ് അദ്ദേഹം പറയുന്നത്, ഞങ്ങൾക്ക് വിശക്കുമ്പോ നബി തങ്ങളുടെ ഒരു ചരിത്രമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെയധികം വിശന്നിട്ടുണ്ട്. പലപ്പോഴും ശത്രുക്കളുടെ ഉപരോധം നബി തങ്ങള് സഹിച്ചിട്ടുണ്ട്. 3 വർഷത്തോളം ശഅബ് അബീ ത്വാലിബിലെ നബി തങ്ങൾ ജീവിച്ചിട്ടുണ്ട്. ഒരൽപ്പം പോലും ഭക്ഷണം കിട്ടാതെ ചെടികളുടെ പച്ചിലകൾ കഴിച്ചിട്ടുണ്ട്. ആ പച്ചിലകൾ കഴിച്ച് ഞങ്ങളുടെ മലം ആട്ടിൻ കാഷ്ടം പോലെയായിരുന്നു എന്ന് അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. പച്ചിലകൾ വാരി കഴിക്കുക, വിശന്ന എല്ലാരും കഴിക്കുക. വിശന്നാല് എന്ത് ചെയ്യുമെന്ന് നമുക്കൊന്നും അറിയില്ല. അത് അനുഭവിച്ചിട്ടില്ല നമ്മളാരും, നമ്മുടെ കുട്ടികളൊന്നും അനുഭവിച്ചിട്ടില്ല. ഇന്ന് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുക. ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിൽ നടന്ന വാഗൺ ട്രാജഡി, അതിന്റെ അനുസ്മരണം ഇന്നും തിരൂരുണ്ട്. ഒരു ബിൽഡിംഗ്, ട്രെയിനിന്റെ കോച്ചില് കൊണ്ടുപോയപ്പോ മരണവേദന കൊണ്ട് പരസ്പരം മൂത്രം പോലും കുടിച്ചു എന്ന്, ദാഹിച്ചിട്ട്. മരിക്കുന്ന നേരത്ത് വലിയ ദാഹമുണ്ടാവും. നമ്മൾ വെള്ളം തൊട്ട് കൊടുക്കും, അല്ലെങ്കിൽ വെള്ളം ചോദിക്കും. മരിക്കാൻ നേരത്ത് മൂത്രം കുടിച്ചിരുന്നു എന്നൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോ നബിതങ്ങളും സഹാബികളൊക്കെ ഒന്നും തിന്നാൻ കിട്ടാഞ്ഞിട്ട് പച്ചിലകള്, മരത്തിന്റെ തോല് ഒക്കെ കഴിച്ചിരുന്നു. അത് 3 കൊല്ലത്തെ ശഅബ് അബീ ത്വാലിബിലെ ജീവിതം. മറ്റു ചിലപ്പോഴൊക്കെ അവര് കഴിച്ചിരുന്നത് ഒട്ടകത്തിന്റെ കാഷ്ടവും രോമവും, അതുപോലെ തന്നെ ഒട്ടകത്തിന്റെ തൊലിയുമൊക്കെ ഇടിച്ച് അരച്ച്. ഒട്ടകത്തിന്റെ കാഷ്ടം നജസല്ലട്ടോ, അങ്ങനെ സംശയിക്കണ്ട. തിന്നപ്പെടുന്ന വസ്തുക്കളുടെ കാഷ്ടവും മൂത്രവും നജസല്ല, ഒരു മസലയാണ്. തിന്നപ്പെടുന്ന വസ്തുക്കളുടെ കാഷ്ടവും മൂത്രവും നജസല്ല. മണമൊക്കെ ഉണ്ടെങ്കിൽ കഴുകി കളഞ്ഞാൽ മതി. കോഴിക്കാട്ടം, ആട്ടുംകാട്ടം, കാലികളുടെ വളർത്തുന്ന പോത്തിന്റെ കാഷ്ടം, അതൊന്നും എന്തല്ല, ചാണകം. പണ്ടൊക്കെ വീടുകളൊക്കെ അത് തേച്ച് വൃത്തിയാക്കിയിരുന്നു. അതൊന്നും നജിസല്ല, അതിന് നജിസ് എന്ന് പറയും. തിന്നപ്പെടാത്തതിന്റെ കാഷ്ടം നജിസാണ്. എലിക്കാട്ടം, പൂച്ചക്കാട്ടം, നായിക്കാട്ടം, മനുഷ്യന്റെ കാഷ്ടം, അതൊന്നും നമ്മൾ അറുത്ത് ഭക്ഷിക്കാൻ പറ്റാത്ത സാധനമാണ്. അതൊരു മസാലയാണ്. കൂട്ടത്ത് പറഞ്ഞതെന്ന് മാത്രം. ഞാനതൊക്കെ പാടെ കൂട്ടി അവര് അപ്പുണ്ടാക്കിയെന്നാണ്. അവര് വിശന്നിട്ട് ഇത്തരം സാധനമൊക്കെ കൂട്ടിയിട്ട് അപ്പം ഉണ്ടാക്കി കഴിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കും. ഒരിക്കൽ വിശപ്പ് പരാതി പറയാൻ വന്ന ഖന്തക്ക് കുഴിക്കുമ്പോഴാണെന്നാണ് എന്റെ ഓർമ്മ. അപ്പൊ നബി തങ്ങള് കുപ്പായം പൊന്തിച്ച് കാണിച്ചു കൊടുത്തു. അപ്പോ ഒരു ഊക്ക് കിട്ടാൻ വേണ്ടിട്ട്, പള്ള പയിച്ചാല് വിശന്നാ നമുക്കൊരു ഊക്ക് കിട്ടൂല, കൊത്തിക്കളക്കാൻ ഊക്ക് കിട്ടൂല. അപ്പൊ വയറ് ഒന്ന് ഒപ്പം നിൽക്കാൻ വേണ്ടി ഒരു കല്ല് വെച്ച് കെട്ടിയിരുന്നു നബി തങ്ങളെ. ഒരു കല്ല് വെച്ച് കെട്ടിയിരുന്നു വയറ്റത്ത്. നേരെ നിൽക്കാൻ, വയറൊന്നും നേരെ നിൽക്കാൻ, നല്ലല്ലേ കളക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ബാലൻസ് കിട്ടൂല.
ബൂസിരി പറയുന്നുണ്ട് ബുർദയിൽ, വശദ്ദ അൻ സഗബിൻ അഹ്ശാഅഹു, വിശപ്പ് കാരണം കുടലൊക്കെ ചുങ്ങിപ്പോയി. ഫതവാ തഹ്തൽ ഹിജാറത്തി കശ്ഹൻ മുതറഫൽ അദ്മി, ആ മാർദ്ദവമുള്ള തന്റെ വയറ്റത്ത് ഒരു കല്ല് ചുരുട്ടി വെച്ചു എന്ന് അദ്ദേഹം പറയുന്നു. ഞാൻ പറഞ്ഞത് അൽ ജസീറ ചാനലിൽ കണ്ട അദ്ദേഹം പറയുന്നത് 2 കല്ല് കൈ പിടിച്ചിട്ടാണ്. നിങ്ങൾക്ക് കാണാം, സോഷ്യൽ മീഡിയയിലുണ്ട്. എന്നിട്ട് പറയാ, ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ, ഞങ്ങൾക്ക് നിങ്ങള് ഭക്ഷണം തരണ്ട, അത് ഞങ്ങൾക്ക് ആശയല്ല, ആഗ്രഹമല്ല. ലോകത്തോട് പറയാം, ഞങ്ങൾക്ക് ഇനി അതിൽ ആഗ്രഹമല്ല. ഞങ്ങൾക്ക് ഇനി നിങ്ങൾ ആയുധം തരണ്ട, അതും ഞങ്ങൾ ചോദിക്കണില്ല. ഞങ്ങൾ വയറ്റത്ത് വെച്ച് കെട്ടേണ്ട കല്ലിന്റെ വലിപ്പം എത്രയാണ് എന്ന് മാത്രം പറഞ്ഞെന്നാ മതി എന്നാണ്. ആലോചിച്ച് നോക്കൂ, നിരാശയുടെ ഒരു വാക്ക്. ഞങ്ങൾ ഇനി വയറ്റത്ത് വെച്ച് കെട്ടേണ്ട കല്ലിന്റെ വലിപ്പം, അത് ഇത്ര വലിപ്പം വേണോ, ഇത്ര വലിപ്പം വേണോ, 2-3 കല്ലും ഉണ്ടാകരുത്, ഇത്ര വലിപ്പം വേണമെന്നൊന്ന് ഉസ്താദന്മാര് പറഞ്ഞെന്നാ മതി എന്നാണ് അതവര് പറയുന്നത്. അത്രത്തോളം ശിദ്ദത്തുൽ ജുഅ, വിശപ്പിന്റെ കാഠിന്യം. ആലോചിച്ച് നോക്കൂ, നമ്മളൊക്കെ അതിന് മറുപടി പറയേണ്ടവരാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, അയൽവാസി പട്ടിണി കിടക്കുമ്പോ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. വലൈസ മിന്നാ മൻ യശ്ബഅ വജാറുഹു ജായിഉൻ അലാ ജംബിഹി. തന്റെ ഒരു അയൽവാസി, അയലോക്കത്തുള്ള ആള്, മതപരമായിട്ടൊന്നുമില്ല, മുസ്ലിം ആവണമെന്നില്ല, ഏത് ജാതിയാണെങ്കിലും ശരി, അവിടെ ഭക്ഷണം അതൊരു മനുഷ്യന്റെ ആവശ്യമാണ്. അവര് ഭക്ഷണം കഴിച്ചോന്ന് ഉറപ്പുവരുത്താതെ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ നമ്മിൽ പെട്ടവനല്ല, അത്ര ഗൗരവമാണ്. നമ്മുടെ അയൽവാസികൾ അല്ലെങ്കിലും നമ്മുടെ സഹോദരന്മാരാണ്. വിശപ്പ് അത്രക്ക് വലുതാണ്. ചെറുതൊക്കെ നമ്മൾ അറിയും. റമദാൻ മാസത്തിൽ അത്താഴത്തിന് മൂക്കറ്റം തിന്ന് നോമ്പറക്കുമ്പോ അതിലേറെ തിന്നുന്ന നമുക്ക് കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്താണ് വിശന്നാൽ. ആലോചിച്ച് നോക്കൂ, ഭക്ഷണം കിട്ടാതിരിക്കുക, ഭക്ഷണം ഇറങ്ങാതിരിക്കുക മരണത്തിനത് കാരണമാണ്. ആശുപത്രികളിലെ പല രോഗികളും മരണപ്പെടുന്നത് ഭക്ഷണം കഴിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്, വെറും രോഗം കൊണ്ടല്ല. രോഗം വന്ന കുറച്ചു കാലൊക്കെ ട്യൂബിലൂടെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാം, പിന്നെ കുറച്ച് വെള്ളമൊക്കെ കൊടുക്കാം. അന്നം വെള്ളം ഇറങ്ങല് മാറിയാൽ പിന്നെ മരണാണ്, പട്ടിണി മരണാണ്. വെറും അസുഖം മാത്രമല്ല മരണത്തിന്റെ കാരണം. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, ഫലഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത് ലീലാഫി ഖുറൈശ് എന്നുള്ള സൂറത്ത്. ഈ കഅബയുടെ ഉടമസ്ഥനെ അവർ ആരാധിക്കട്ടെ. ആരാണ് ആ ഉടമസ്ഥൻ? ആരാണ് അല്ലാഹ്? അല്ലദീ അത്അമഹും മിൻ ജൂഇൻ, വിശപ്പിൽ നിന്ന് അവർക്ക് ഭക്ഷണം നൽകിയിട്ടുണ്ട്. വആമനഹും മിൻ ഖൗഫ്, അവരുടെ ഭയത്തിൽ നിന്ന് നിർഭയത്വം നൽകിയിട്ടുണ്ട്. ആദ്യമായി പറഞ്ഞത് അത്അമഹും മിൻ ജൂഇൻ, വിശപ്പുണ്ടാകുമ്പോ ഭക്ഷണം കൊടുത്തു. അല്ലാഹ് ഭക്ഷണം കൊടുക്കും, ഏതെങ്കിലും നിലക്കുള്ള ഭക്ഷണം കൊടുക്കും. ഭക്ഷണം കൊടുത്തിട്ടില്ല എങ്കിൽ, ഭക്ഷണം കിട്ടായ്മ എന്ന് പറയുന്നത് അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ ചിലരൊക്കെ ഷഹീദാവും, ചിലരൊക്കെ ആ പരീക്ഷണത്തിൽ പരീക്ഷിതരാവും. ഖുർആനിൽ പറഞ്ഞില്ലേ, വലനബലുവന്നക്കും, നിങ്ങളെ പരീക്ഷിക്കും, ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. വലനബലുവന്നക്കും, നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ബിശൈഇൻ മിനൽ ഖൗഫ്, പേടിയുണ്ട്. ആലോചിച്ച് നോക്കൂ ഈ ഒരു പ്രയോഗം. വൽ ജൂഅ്, വിശപ്പ്.
വനഖസിൻ മിനൽ അംവാൽ, ശരീരങ്ങള് സമ്പത്ത് നഷ്ടപ്പെടുക, സമ്പത്ത് നഷ്ടം. വല്ലംഫുസ്, ശരീരനഷ്ടം, മനുഷ്യന്മാര് മരിക്കുക. വസ്സമറാത്ത്, കായ്ക്കനികൾ നഷ്ടം. ഇതൊക്കെ പരീക്ഷിക്കും. ഇതെല്ലാം ഒന്നിച്ചനുഭവിക്കുന്നവരാണ് ഇന്നത്തെ ഫലസ്തീൻ ജനത, ഗസയിലെ ആളുകൾ. ആലോചിച്ചോക്കി, പേടിയില്ലേ അവർക്ക്? സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ കഴിയുന്നുണ്ടോ? സ്വസ്ഥമായി പുറത്തിറങ്ങാൻ പറ്റുന്നുണ്ടോ? ആശുപത്രി പോകാൻ പറ്റുന്നുണ്ടോ? ആശുപത്രി ഉണ്ടോ? വിശപ്പ്. ആളുകൾ എത്ര കൊല്ലപ്പെടുന്നു? 59,000 60,000-ഓളം ആളുകളാണ് ഇപ്പൊ കൊല്ലപ്പെട്ടിട്ടുള്ളത്. കണക്ക്. ഏറ്റവും നന്നായി വിളകളുള്ള, ഏറ്റവും നല്ല കൃഷിസ്ഥലമാണ് മസ്ജിദുൽ അഖ്സയുടെ ചുറ്റുപാടും. ബാറക്നാ ഹൗലഹു, ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും നല്ല പഴങ്ങളുള്ള ഒരു രാജ്യമാണ്. നല്ല വിഭവങ്ങളുണ്ടാകും. 10-45 എണ്ണത്തിനെ നമ്മുടെ സർക്കാർ കൊണ്ടുപോയത്, കൃഷി പഠിക്കാൻ കൊണ്ടുപോയത്, രണ്ടാളവിടെ മുങ്ങി തോന്നുന്നുണ്ട്, പത്രത്തിൽ കണ്ടിരുന്നു. ഫലസ്തീനിൽക്കാൻ, ഇസ്രായേലിൽക്കാൻ, അടുത്ത് തന്നെയാണ്. അങ്ങോട്ടും ഇവർ വേർതിരിച്ചു എന്ന് മാത്രം. കൃഷിയെക്കുറിച്ച് പഠിക്കാൻ കൊണ്ടായത് അങ്ങോട്ടാണ്. അതാണ് കൃഷി, അവിടുത്തെ കൃഷി, അവിടുത്തെ ആ വിഭവങ്ങൾ. അത് വല്ലാത്തൊരു അനുഭവമാണ്. അതെല്ലാം തകർന്നുകൊണ്ടിരിക്കുക. ഒറ്റ കാര്യമുള്ളൂ, വബശ്ശിരി സ്വാബിരീൻ. അതിന്ന് അവരാ ചെയ്യണം, നമ്മളല്ല. ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയപ്പെടും. അവർ ക്ഷമിച്ചു. അവരുടെ ക്ഷമയുടെ അങ്ങേയറ്റമാണ് നമ്മളാ കണ്ടത്. യുദ്ധം തുടങ്ങിയപ്പോ അവർ പറഞ്ഞു, എല്ലാ കുട്ടികളും ഷഹാദത്ത് നൽകിയിരിക്കുന്നു. ഷഹാദത്തിന് 2 അർത്ഥമുണ്ട്. ഒന്ന് സർട്ടിഫിക്കറ്റ്, മറ്റൊന്ന് രക്തസാക്ഷിത്വം. ദ്വയാർത്ഥത്തിൽ അവർ എഴുതി. സ്കൂളുകളെല്ലാം അടച്ചു. എല്ലാ കുട്ടികളും ജയിച്ചു, സർട്ടിഫിക്കറ്റ് നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികളും മരിച്ചുപോയി എന്നർത്ഥം. പ്രത്യക്ഷത്തിൽ കേട്ടാ തോന്നുന്നു എല്ലാ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റ് ഉണ്ട്, അങ്ങനെ തോന്നുക. എല്ലാ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റ് കിട്ടിക്കണു, സ്കൂളൊക്കെ പൂട്ടി. സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ പിന്നെ സ്കൂളിന്റെ ആവശ്യമില്ലല്ലോ. അവരുദ്ദേശിച്ച സർട്ടിഫിക്കറ്റ് ഷഹാദത്താണ്, രക്തസാക്ഷിത്വമാണ്. രക്തസാക്ഷിയായി അല്ലാതെ എന്നാ പറഞ്ഞത്. മുബശ്ശിരി സ്വാബിരീൻ, അവർ ക്ഷമിച്ചു. യാസിർ കുടുംബത്തെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുമ്പോ നിബിതങ്ങൾ ഇങ്ങനെ കാണാൻ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോ അവിടുന്ന് പ്രവാചകൻ പറഞ്ഞത്, സുബ്രൻ യാ ആല യാസിർ ഫഇന്ന മൗഇദകും അൽ ജന്ന. യാസിർ കുടുംബമേ, നിങ്ങൾ ക്ഷമിക്കണം, നിങ്ങൾക്ക് സ്വർഗമുണ്ട്. ഇന്ന് ചില ഉലമാക്കളൊക്കെ തിരുത്തി പറയാൻ തുടങ്ങി. ഫലസ്തീനിലെ പണ്ഡിതന്മാർ ഫലസ്തീൻ ജനതയോട് പറയുന്നു, സുബ്രൻ യാ അഹ്ല ഗസ്സ ഫഇന്ന മൗഇദകും അൽ ജന്ന. ഗസ്സക്കാരെ, നിങ്ങൾ ക്ഷമിക്കണം, നിങ്ങൾക്ക് സ്വർഗമുണ്ട്. ആലോചിച്ച് നോക്കൂ. വിശപ്പ് ഒരു വലിയ സംഭവമാണ്. പരിശുദ്ധ ഖുർആനിൽ വിശപ്പിനെ കുറിച്ച് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇത് മനസ്സിലാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒന്ന് ജൂ എന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. സ്വർഗത്തിന്റെ പ്രാധാന്യം പറഞ്ഞിടത്തും ആദം നബി അലൈഹി സ്വലാമിനെ സ്വർഗത്തിലേക്കാക്കിയപ്പോ ആദം നബിയോട് പറഞ്ഞത്, നീ ആ സ്വർഗത്തിൽ വിശക്കണ്ട എന്നുള്ളത്. ആലോചിച്ചു, വിശപ്പില്ല സ്വർഗത്തില്, വിശപ്പില്ല സ്വർഗത്തില്, വിശപ്പില്ല. വലാ തഅറ, നഗ്നതയില്ല. വസ്ത്രമുണ്ട്, നഗ്നതയില്ല. അപ്പൊ സ്വർഗത്തിൽ വിശപ്പില്ല. പിന്നെ ഇതിനാ ഭക്ഷണം. സ്വർഗത്തിൽ ഭക്ഷണമുണ്ട്. സ്വർഗത്തിലെ ഭക്ഷണത്തെ പറ്റി അള്ളാഹു പറഞ്ഞതെടുത്ത് പരിശോധിച്ചാൽ ഫാക്കിഹത്ത് എന്നാണ് പറഞ്ഞു കാണാം. ഫാക്കിഹത്ത് എന്നാണ്. ലഹും ഫീഹാ ഫാക്കിഹത്തുൻ, അവർക്കതിൽ ഫാക്കിഹത്ത്. ഫാക്കിഹത്ത് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്റർടൈൻമെന്റ് എന്നാണ്, തമാശ എന്നാണ്, ഫലിതം എന്നാണ്, ഒരു സുഖം എന്നതാണ്, ഒരു രസം എന്നതാണ്. അതാണ് ഫാക്കിഹത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഭാഷാർത്ഥം. ഫാക്കിഹത്തുകള് വിശക്കുന്നതിന് തിന്നണതല്ല, തിന്ന് വയറ് നിറഞ്ഞതിന്റെ ശേഷം തിന്നണതാണ്. കണ്ടിട്ടില്ലേ ചില കല്യാണങ്ങൾക്കൊക്കെ പോയാല് ഒരു ഡിപ്പാർട്ട്മെന്റ് വേറെ ഉണ്ടാവും. ഷുഗർ ഉള്ളവരെയും ഒക്കെ അവിടെ നോക്കിയാൽ മതി. എല്ലാ ഷുഗർ ഉള്ളവരും അവിടെ പോയിക്കുണ്ടാവും. കുടിയിൽ നിന്ന് കിട്ടൂലല്ലോ ഈ സാധനം, കണ്ടമാനം വലിച്ചു കയറ്റും. അത് അവർക്കുള്ള ഡിപ്പാർട്ട്മെന്റാണ്.
വയറ് നിറഞ്ഞിട്ട് 2-3 ചോറ് ഇവിടെ ഉണ്ടാവും. ഇതൊക്കെ തിന്നതിന്റെ പുറമേണ് അവിടെ പോയി തിരക്കണത്. എന്തിനാണത്? അതൊരു എന്റർടൈൻമെന്റ് ആണ്. അപ്പൊ സ്വർഗത്തിൽ ഔദ്യോഗികമായിട്ടുള്ള തീറ്റല്ല. പിന്നെന്താണ്? തിന്നുന്നതൊക്കെ ഒരു സുഖത്തിന് വേണ്ടി ഇങ്ങനെ തിന്നാതിരുന്ന ഒരു സുഖം ഉണ്ടാവില്ലല്ലോ, ഒരു ഭക്ഷണമല്ല. അതുകൊണ്ടാണ് സ്വർഗത്തിൽ അതില്ലാന്ന് അവിടെ വിശപ്പില്ല. പരിശുദ്ധ ഖുർആൻ പറയുന്നത് മഹ്മസത്ത് എന്നൊരു പ്രയോഗം പ്രയോഗിച്ചിട്ടുണ്ട്. വിശപ്പ് ഇതൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടില്ലട്ടോ. പിന്നെ ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അങ്ങനെയുണ്ട്. ഇപ്പോ ചന്ദ്രനെയും സൂര്യനെ കുറിച്ച് പഠിപ്പിക്കുന്ന മാതിരി സംഗതിയൊക്കെ ഉണ്ട്. എന്താന്ന് നമുക്ക് അറിയില്ല കൃത്യമായിട്ട്. അത്രക്ക് ഭയാനകമായി. മഹ്മസത്ത് എന്ന് പറഞ്ഞാൽ വിശന്നിട്ട് വയറ് ചുങ്ങിപ്പോകുന്ന അവസ്ഥക്കാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. മഹ്മസത്ത്. നിങ്ങള് രക്തം തിന്നാൻ പാടില്ല, കുടിക്കാൻ പാടില്ല. ഹുർരിമത് അലൈക്കുമുൽ മൈതത്തു വദ്ദമു വലഹമുൽ ഖിൻസീർ വമാ ഉഹില്ല ലിഗൈരില്ലാ വൽ മുൻഖനിഖത്തു വൽ മുതറദ്ദിയതു വന്നതീഹതു വമാ അക്കല സബ്ഉ എന്നൊക്കെ പറഞ്ഞ് തിന്നാൻ പറ്റാത്ത കുറെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ വിശദീകരിച്ചു. എന്ന് സംശയമുണ്ട്. ആ ഹറാം, പിന്നെ തിന്നാൻ പാടില്ലാത്ത സംഗതികൾ, വീണ് ചത്തത്, കുത്തുകൂടി ചത്തത്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതിൽ ഖുർആൻ പറയുന്നുണ്ട്. ഫമനിൽ തുർറ ഫീ മഖ്മസത്തിൻ. വിശന്നാ തിന്നാൻ പാടില്ല. ഒരാള് നിർബന്ധിതനായി ഫീ മഖ്മസത്തിൻ, വിശന്ന് വയറൊട്ടിപ്പോയിട്ടുണ്ട്, അത്രക്ക് നിർബന്ധിതനായി എങ്കിൽ ഗൈറ മുതജാനിഫിൽ ഇസ്മിൻ, കിട്ടിയ ചാൻസ് കൂടുതൽ ഉപയോഗപ്പെടുത്താതെ ഒരൽപ്പം ആ ഹറാമായ ആ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് വിരോധമില്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ജീവൻ നിലനിർത്താൻ അവിടെ അള്ളാഹു പ്രയോഗിച്ചത് മഖ്മസത്താണ്, വിശപ്പാണ്. അൻസാറുകൾ മുഹാജിറുകളെ സ്വീകരിച്ചു. മുഹാജിറുകൾ എല്ലാവരും മദീനത്ത് പോയപ്പോ അൻസാറുകൾ സ്വീകരിച്ചു. അവർക്കുണ്ടായിരുന്ന ഭക്ഷണം അൻസാരികൾക്ക്, മുഹാജിറുകൾക്ക് അവർ കൊടുത്തു, ഭക്ഷണം കൊടുത്തു. അതിനെക്കുറിച്ച് ഖുർആൻ പറഞ്ഞത് വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ എന്നാണ്. പട്ടിണി എന്നർത്ഥത്തിലാണ്. സ്വന്തം പട്ടിണി ഉണ്ടായിട്ടും, സ്വന്തം ആവശ്യമുണ്ടായിട്ടും, സ്വന്തം തന്നെ ദാരിദ്ര്യമായിട്ടും മറ്റുള്ളവർക്ക് ഇത് കൊടുത്തു എന്നവരെ കുറിച്ച് ഖുർആനിൽ പുകഴ്ത്തി പറയുന്നുണ്ട്. അൻസാറുകളെ സംബന്ധിച്ചിടത്തോളം അവിടെ അല്ലാഹു തആല ഉപയോഗിച്ചത് ഖസാസ എന്നൊരു വാക്കാണ്. ഖസാസ, ദാരിദ്ര്യം, പട്ടിണി എന്നാണ്. മാത്രമല്ല, പട്ടിണി അധികമായാൽ അതിന്റെ അവസാനത്തെ ഒരു വാക്കുണ്ട്. അതാണ് അൻസബ്ഗിൻ, അൻസഗ്ബിൻ. നേരത്തെ പറഞ്ഞില്ലേ സഗ്ബ്. പട്ടിണി മൂലം വയറ് ചുങ്കുക മാത്രമല്ല, ശരീരം മെലിയാൻ തുടങ്ങും പട്ടിണി കിടന്നാൽ. അതിന് പറയുന്ന അവസ്ഥയാണ് അൽ മസ്ബഗ, അൽ മസ്ഗബ ഫലഖ്തഹമൽ അഖബ. ഇവരാരും പ്രയാസം സഹിച്ചിട്ടില്ല. അല്ലാഹു തആല പറയാ, ആരും പ്രയാസം സഹിച്ചിട്ടില്ല. നിങ്ങളൊന്നും ചുരമാർഗം യാത്ര ചെയ്തിട്ടില്ല. നിങ്ങളൊക്കെ ഇങ്ങനെ നാഷണൽ ഹൈവേ കൂടെ 4 വരി പാതയിലൂടെ ഇങ്ങനെ പോയിട്ടുള്ളൂ, നിങ്ങളുടെ ഓട്ടോമാറ്റിക് കാറുമായിട്ട്. നിങ്ങൾക്ക് വാഹനത്തിന്റെ പ്രയാസങ്ങൾ അറിയണമെങ്കിൽ, കടമ്പ തീർക്കുന്ന പ്രയാസം അറിയണമെങ്കിൽ നിങ്ങൾ ചുരമാർഗം യാത്ര ചെയ്യണം. അതുകൊണ്ട് സ്വർഗത്ത് പോകണമെങ്കിൽ ഫലഖ്തഹമൽ അഖബ, നിങ്ങളാരും അഖബ, അഖബയെ ചുരമാർഗം സഞ്ചരിച്ചിട്ടില്ല. വമാ ദറാകമൽ അഖബ, എന്താണ് ചുരമാർഗം? അത് ഫഖ്ഖു റഖബ, ഒരടിമയെ മോചിപ്പിക്കലാണ്. അങ്ങോട്ട് എളുപ്പമാണ് ചെന്നാൽ നേരെ സ്വർഗത്ത് പോകാന്ന് വിചാരിക്കണ്ടെന്ന് അല്ലാഹു പറയുന്നത്. നേരെ പോകാന്ന് വിചാരിക്കണ്ട, ചുരമാർഗം പോണം. സ്വർഗത്തിലെത്തണമെങ്കിൽ കുറച്ച് പ്രയാസപ്പെട്ട് പോണം. അത് അടിമയെ മോചിപ്പിക്കലാണ്. ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്ഗബ, അല്ലാഹു പറയാ. ഔ ഇത്ആമുൻ, ഇല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കണം. ആർക്ക്? ഒരു ദിവസത്തിൽ. ഫീ മസ്ഗബ, ഒരു ദാരിദ്ര്യം പിടിച്ച ദിവസത്തിൽ. പട്ടിണി മൂലം ആളുകളുടെ ശരീരം ശോഷിച്ചു തുടങ്ങുമ്പോ അവർക്ക് ഭക്ഷണം കൊടുക്കണം. ഔ മിസ്കീനൻ ദാ മത്രബ, അല്ലെങ്കിൽ വിശന്ന് മണ്ണിനോടടുത്ത, മണ്ണ് ചാരിപ്പോകുന്ന ഈ യതീം കുട്ടികൾക്ക് അങ്ങനെ കൊടുക്കണം എന്നാണ്. ആലോചിച്ച് നോക്കൂ. അപ്പൊ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു പുണ്യമാണ്, ഏറ്റവും വലിയ പുണ്യമാണ്. വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക.
കഴിയുന്ന കാര്യങ്ങളൊക്കെ അത്തരം ആളുകൾക്ക് വേണ്ടി നമ്മൾ ചെയ്യണം. പണ്ടൊക്കെ നൈജീരിയയിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും പട്ടിണിയൊക്കെ നമ്മൾ കണ്ടിരുന്നു. പട്ടിണി കിടക്കുന്ന ഒരു കുഞ്ഞിനെ രക്ഷിക്കാൻ മനുഷ്യാവകാശ പ്രവർത്തകന്മാർ ചെല്ലുമ്പോ ആ കുട്ടിയെ കാത്ത് ഒരു കഴുകൻ നിൽക്കുന്ന ചിത്രം ഇന്നും നമുക്ക് മീഡിയകളിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് വലിയ പാഠമാണ്. ഇന്നൊക്കെ മഴ പെയ്യുമ്പോൾ പേടിയാണ്. കഴിഞ്ഞ വർഷമൊക്കെ അല്ലെങ്കിൽ അതിന് മുമ്പത്തെ വർഷമൊക്കെ ഇതേ സമയത്താണ് പ്രളയമുണ്ടായത്. ഉരുൾപൊട്ടൽ, പ്രളയം, കൊറോണ, ഇങ്ങനെയൊക്കെ വരുമ്പോ കുറച്ചെങ്കിലും നമ്മളൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും. ഒരു മെഴുകുതിരി കിട്ടാനില്ലാഞ്ഞിട്ട് നമ്മളൊക്കെ കഴിഞ്ഞ പ്രളയകാലത്ത് പാഞ്ഞു നടന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയോ, ഫസ്റ്റ് പ്രളയം ഉണ്ടായപ്പോ കത്തിച്ചു വെക്കാൻ ഒരു മെഴുകുതിരി. നമ്മുടെ കാലാവസ്ഥകളൊക്കെ മാറിയിട്ടുണ്ട്. പണ്ടൊക്കെ ഞാൻ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞിരുന്നു, നമ്മള് സക്കാത്ത് കൊടുക്കുമ്പോ അടിസ്ഥാന ചെലവ് കഴിച്ച് ബാക്കിയുള്ളതാ കണക്കൂട്ടേണ്ടത്. അന്ന് AC ഒരു അടിസ്ഥാന ചെലവായിട്ട് ഞാനൊന്നും എണ്ണി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറയില്ല, അത് അനാവശ്യമാണെന്ന് അന്ന് പറഞ്ഞിരുന്നത്. അന്ന് അങ്ങനായിരുന്നു. അന്ന് AC അന്നൊരു അനാവശ്യമായിരുന്നു, ഒരു പൊങ്ങച്ചമായിരുന്നു. കയറി ചെല്ലേന്റെ മുമ്പ് തന്നെ അത് വെക്കും ആൾക്കാരെ ഉള്ളവരൊക്കെ. ഒരു പൊങ്ങച്ചമായിരുന്നു കുറച്ചു കാലം മുമ്പ്. പക്ഷെ ഇന്ന് AC ഓരോ റൂമിലും വേണം. അവിഭാജ്യ ഘടകമായി ജീവിതത്തിന്റെ ഒരു വസ്തുവായി മാറി. ഇന്ന് AC വാങ്ങിയ പൈസ നമുക്ക് സക്കാത്ത് നിന്ന് കുറക്കാം. കാരണം നമ്മുടെ അടിസ്ഥാന ആവശ്യമായി മാറി. കാലങ്ങളൊക്കെ മാറി. സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അറബി നാട്ടിലുണ്ടായിരുന്ന മന്തിയും കുഴിമന്തിയും ഷവായി ഷവർമി എല്ലാം നമ്മുടെ നാട്ടിലെത്തി. അതേപോലെ തന്നെ അവിടുത്തെ കാലാവസ്ഥയും നമ്മുടെ നാട്ടിലെത്തി. എവിടെയോ കേൾക്കുന്ന മേഘവിസ്ഫോടനങ്ങള്, പ്രളയങ്ങള് എല്ലാം നമ്മുടെ നാട്ടിലെത്താണ്. ഇന്ന് ഗസയിലാണെങ്കിൽ നാളത്തെ ആ പട്ടിണി ഒരു പക്ഷേ നമ്മിലായിരിക്കും. അത് കേരളത്തിലുമാകാൻ സാധ്യതയുണ്ട്. ആലോചിക്കണം നമ്മളൊക്കെ. ഒന്ന് തോരാതെ മഴ പെയ്താൽ മതി, എല്ലാരും തൊണ്ടും. എത്ര ഇൻവെർട്ടർ വെച്ചിട്ടും കാര്യമില്ല, എമർജൻസി ഉണ്ടായിട്ടും കാര്യമില്ല, സന്നദ്ധ സേവകരുണ്ടായിട്ടും കാര്യമില്ല. അള്ളാഹ് ഉദ്ദേശിച്ചാൽ ഒരു പണിയില്ല. ശാന്തമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തെ കുറിച്ച് അല്ലാഹു തആല ഉദാഹരണം പറയുന്നുണ്ട്. നല്ല സ്വസ്ഥമായി സ്വൈരമായി ജീവിക്കുന്ന ഒരു രാജ്യം നമ്മുടെ കേരളം പോലെ സുന്ദരമായ ഒരു രാജ്യം. മക്കയെ പറ്റിയാണെന്ന് അഭിപ്രായമുണ്ട്, വേറെ ഏത് രാജ്യമാകാം എന്ന അഭിപ്രായമുണ്ട്. കാനത്ത് ആമിനത്തും മുത്തുമൈന, നിർഭയമായിരുന്നു, ഒരു സമാധാനത്തോടു കൂടി ജീവിക്കുകയായിരുന്നു. എല്ലാറ്റിൽ നിന്നും അവിടേക്കുള്ള ഭക്ഷണം വന്നുകൊണ്ടേയിരിക്കുന്നു. കൂട്ടെ, കേരളത്തിൽ എന്താണുള്ളത്? കൃഷിയുണ്ടോ? തമിഴ്നാട്ടിലെ ലോറി സമരം ഉണ്ടായാൽ നമ്മളിവിടെ മുടങ്ങി, നമുക്ക് പിന്നെ പയറും കുമ്പളങ്ങയും കിട്ടൂല. ആ അവസ്ഥയിലാണ്. റിസ്ഖൊക്കെ എല്ലായിടത്തും വരുന്നുണ്ട്. നമുക്ക് എന്തിനേലും പ്രയാസമുണ്ടോ? ഒന്നിനൊരു പ്രയാസം അനുഭവിക്കുന്നില്ല. പക്ഷേ റബ്ബിന്റെ നിഅമത്തിന് ആ രാജ്യം നന്ദികേട് കാണിച്ചു. അപ്പൊ എന്തായിന്നറിയോ? അല്ലാഹു അവരെ രുചിപ്പിച്ചു. ലിബാസൽ ഖൗഫി വൽ ജൂഇ ബിമാ കാനൂ യസ്നഊൻ. ജൂഉം ഖൗഫും അവർക്ക് ഇട്ടുകൊടുത്തു എന്നാണ്. വിശപ്പ് ഇട്ടുകൊടുത്തു. അതൊരു പരീക്ഷണമാവും. ചിലപ്പോ വിശപ്പ് ഒരു പരീക്ഷണമാവും. വിശപ്പ് ഒരു പരീക്ഷണമാണ്. ജൂഅ് അല്ലാഹു ഇട്ടത്. 4 ദിവസം മഴ അതുപോലെ നീണ്ടുന്നാൽ നമ്മളൊക്കെ കുടുങ്ങും. അതുകൊണ്ട് റബ്ബിന്റെ അനുഗ്രഹത്തിന് ഒരിക്കലും ധിക്കാരം കാണിക്കരുത്. നബി തങ്ങൾ ഇറങ്ങാ വീട്ടിൽ. അബൂബക്കറിനെ കണ്ടു. എന്തേ ഇറങ്ങിയത്? വിശന്നിട്ട് ഇറങ്ങുക. കൂടെ ഉമർ റളിയല്ലാഹു അൻഹു എന്തേ ഇറങ്ങിയത്? വിശന്നിട്ട് ഇറങ്ങിയത്. എല്ലാവരും പുറത്തിറങ്ങുക. വിശപ്പ് ഇരിക്കപ്പെടുത്തി കിട്ടാഞ്ഞിട്ട് ഇറങ്ങി നടക്കുക. അവസാനം ഒരാൾ കൊണ്ടുപോയിട്ട് ഭക്ഷണമൊക്കെ കൊടുത്തു. ഒരാടിനെ കറുത്തപ്പോ പറഞ്ഞു, ആ കറവുള്ള ആടിനൊന്നും ഇറക്കണ്ട, ചീത്തപ്പഴം ഭക്ഷണമൊക്കെ കൊടുത്ത് നബി തങ്ങൾ പറഞ്ഞു, നമ്മളൊന്നും ഇല്ലാതെ ഇറങ്ങിയതാണ്, സുഭിക്ഷമായി ഭക്ഷണം കഴിച്ചു. അൽഹംദുലില്ലാഹ്. സുമ്മല തുസ്അലുന്ന യൗമൈദിൻ അനിൻ നഈം. നാളെ പരലോകത്ത് ഈ നിഅമത്തിനെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. പക്ഷെ നമ്മുടെ കേരളത്തിലെ സമൂഹം വളരെയധികം മോശമായിട്ടാണ് നിഅമത്തുകൾക്ക് നന്ദി ചെയ്യുന്നത്. പല കല്യാണങ്ങളും മാന്യന്മാർക്ക് പങ്കെടുക്കാത്ത വിധം വളരെ മോശമായി മാറിയിട്ടുണ്ട്. കല്യാണങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു പരിപാടി കഴിഞ്ഞപ്പോ, കല്യാണം പോട്ടെ, ഒരു പരിപാടി കഴിഞ്ഞപ്പോ 35 കിലോ അരിയാണ് വെച്ചത്. 35 കിലോ.
അവിടുത്തെ ഓഡിറ്റോറിയത്തിന്റെ പാറാവുകാരൻ ഒരു 10-15 കിലോ അരിയുടെ ചോറുമായിട്ട് വാതിലിന്റെ ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അയാൾ ഇങ്ങനെ പിരാഗി പറയുന്നുണ്ട്, ഇനിയിപ്പോ ഇത് ഞാൻ കൊണ്ടുപോയി കുഴിച്ചിടണം. ഞാൻ ചോദിച്ചു, എന്തിനാ ചോറ് കുഴിച്ചിരുന്നത്? ഇത് ബാക്കിയിട്ട ചോറാണ്, 35 കിലോ അരിയെ വെച്ചിട്ടുള്ളൂ, എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു പ്രോഗ്രാമിന്റെ കോലാണ് ഈ പറയണത്. എല്ലാം അമിതമായി. കല്യാണത്തിന് പണ്ടൊക്കെ ഒരു ചോറും ചാറും കിട്ടിയാൽ തന്നെ വലിയ കായ്. ഇപ്പോ 2, 3, 4 ഐറ്റം. മറ്റത് പത്തിരിയും പൊറാട്ടയും എല്ലാം. ക്ഷണിച്ചായി മനുഷ്യന്മാര് പോണ്ടേ, ക്ഷണം സ്വീകരിക്കട്ടെ. വല്ല മാന്യമായ കാഴ്ചകളോടെ കാണുന്നുണ്ടോ? ആണും പെണ്ണും ഒക്കെ കൂടി മോരും മുതിരും വെച്ച പോലെ ഒക്കെ കൂടി ഒന്നിച്ച്. ഇവന് ഉമ്മരത്ത് ഇങ്ങനെ നിൽക്കും, വരുന്നോലെ സ്വീകരിക്കാം. ഓന് കല്യാണമായിട്ടൊരു ബന്ധമില്ല, റിമോട്ടാണ്. പിന്നെ തീറ്റുന്നതൊക്കെ കാറ്ററിംഗ് സർവീസിന്റെ ആൾക്കാരാണ്. ഞാൻ അവരെ കുറ്റപ്പെടുത്തല്ലോ, അല്ല ജോലി അതാണ്. പെണ്ണിനും ചെക്കനും നിയന്ത്രിക്കുന്ന ഫോട്ടോഗ്രാഫർമാരാണ്. ഓര് പറഞ്ഞമായി കൈയൊന്നിച്ച കാലൊന്നിച്ച അങ്ങോട്ടോ ഇങ്ങോട്ടോ. ചുരുക്കി പറഞ്ഞാല് രാത്രി മണിയറയിൽ നടക്കേണ്ടതിന്റെ ഏറെക്കുറെ മുഖദ്ദിമാത്തുകളൊക്കെ, അതിന്റെ ഇൻട്രഡക്ഷൻ ഒക്കെ ഈ മനുഷ്യന്മാരെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. കയ്യുമോനെ കൂട്ടിക്കൊണ്ടലും കെട്ടിപ്പിടിച്ചലും ആനയിക്കലും കൊണ്ടയാക്കലും ഒക്കെ നടക്കും. ഒരു മാന്യന്മാർക്ക് പങ്കെടുക്കാൻ പറ്റാത്ത രൂപത്തിൽ നമ്മുടെ കല്യാണങ്ങളൊക്കെ അതപ്പതിച്ചിട്ടുണ്ട്. എത്രേ ബാക്കി പലയിടത്തും വരുന്നത്. കാളച്ചാലിലിട്ടതിന്റെ വീഡിയോ, ലോറി കയറ്റിയതിന്റെ വീഡിയോ, ബാക്കിയുള്ളത് ചില നല്ല മനുഷ്യന്മാർ യതീംഖാനയ്ക്ക് കൊടുത്തയച്ചതിന്റെ വീഡിയോ ഒക്കെ അതിന്റെ ശേഷം കല്യാണം കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ. ശ്രദ്ധിച്ചോളൂ, ഞാനടക്കണം, നമ്മളൊക്കെ ശ്രദ്ധിക്കണം. പട്ടിണി എന്താന്ന് പടച്ചോ നമ്മളെ പഠിപ്പിക്കും ഈ നിലക്ക് പോയാല്. ഏറ്റവും ചുരുങ്ങിയത് ഇത് നടത്താതിരിക്കുക. അങ്ങനെ നടത്തുകയാണെങ്കിൽ മാന്യന്മാരെ ക്ഷണിക്കാതിരിക്കുക. കാരണം അത്രയും പ്രയാസപ്പെട്ട് വരുന്ന കല്യാണങ്ങൾ ഉണ്ടാവും, അത്രയും പ്രയാസപ്പെട്ട ആളുകൾ വരുന്നുണ്ടാവും. എല്ലാ ദൂർത്തിനും സാക്ഷിയാകേണ്ടി വരുന്ന ഖത്തീബുമാര് പോലും ആ കല്യാണത്തിന് പങ്കെടുക്കേണ്ടി വരും. അല്ല, ഇതൊക്കെ പ്രസംഗിച്ചാലും മറ്റവൻ്റെയോട് അതൊക്കെ നടക്കും. എന്നിട്ട് അവരെ കല്യാണത്തിന് വിളിക്കും. അതിനൊക്കെ മൂകസാക്ഷിയായി നമ്മൾ നിൽക്കേണ്ടി വരും. ഒന്നിനും പറ്റാത്ത ഒരു രക്ഷിതാവും ഉണ്ടാവും, കുടുംബനാഥനും ഒക്കെ മക്കള് എന്നും പറഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യൻ. അതുകൊണ്ട് ഇതിൽ നമ്മൾ പെടാതിരിക്കാൻ പ്രാർത്ഥിക്കണം. ഗസക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം അല്ലാഹു തആല ജൂഇന്റെ, വിശപ്പിന്റെയും അതുപോലെ തന്നെ ഭയത്തിന്റെയും ആ വസ്ത്രം നമുക്ക് ധരിപ്പിക്കാതിരിക്കാൻ നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കുക. ഒപ്പം തന്നെ എന്ത് ഭക്ഷണം കഴിക്കുമ്പോഴും ഒരു ചെറിയ ഓർമ്മ, ഒരാലോചന, നമ്മൾ ആ ഫലസ്തീൻ ജനതയെ ഒന്ന് ആലോചിക്കുക. അതനുസരിച്ച് നമ്മുടെ കാര്യങ്ങളിലൊക്കെ ഒരു ലിമിറ്റ് വെക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലി വസല്ലിം അലാ ഖാതിമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ബഹുമാന്യരെ, ഇന്ന് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. 79ാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ്. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ രാജ്യം നാനാത്വത്തിൽ ഏകത്വം എന്ന തത്വമായി മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമാണ്. അല്ലാമ ഇഖ്ബാൽ പാടിയതുപോലെ ഇവിടെ എല്ലാവർക്കും ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധി ഭരിക്കുന്ന നാടാണ്. അതുകൊണ്ട് തന്നെ ആ ഭരണഘടനയോടുള്ള കൂറും ഭരണഘടന പാലിക്കുന്നതിലൊക്കെ നമ്മൾ വളരെ അതീവമായ ശ്രദ്ധയും ജാഗ്രതയും നമുക്കുണ്ടാവണം. ഇതിനുവേണ്ടി പ്രയത്നിച്ച ആ ധീര യോദ്ധാക്കളെയും ധീര പുരുഷന്മാരെയും ഒക്കെ ഈ അവസരത്തിൽ നമ്മൾ ഓർക്കാൻ മറക്കരുത്. അവരൊക്കെ ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഇന്ത്യ രാജ്യത്തിന്റെ ഈ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത്. നമ്മുടെ ഇന്ത്യ നീതിപീഠമൊക്കെ അതിന് വളരെയധികം പിന്തുണ നൽകുന്നുണ്ട്. എങ്കിലും ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യയിൽ പോലും പലപ്പോഴും ചില രാജ്യങ്ങളൊക്കെ ചില കാര്യങ്ങളിലൊക്കെ ഇന്ന് ഒരാൾ എന്ത് കഴിക്കണം, എന്ത് ധരിക്കണം, എന്ത് വിശ്വസിക്കണം, അതിനൊക്കെ ഭരണഘടന നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. ഇഷ്ടപ്പെട്ട മതം സ്വീകരിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഉണ്ട്. അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ടത് ഭക്ഷിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ചിലരെങ്കിലും ഇതൊന്നും മനസ്സിലാക്കാതെ ഞാൻ തിന്നുന്നതേ നീ തിന്നാവൂ, ഞാൻ സ്വീകരിക്കുന്ന മതമേ നീ സ്വീകരിക്കുമാവൂ എന്ന രൂപത്തിൽ വർഗീയതകളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ, ഭീകരവാദങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നുണ്ട്.
അതിനൊക്കെ ഒരു രാജ്യസ്നേഹം എന്ന് പറയുന്നത് ഈമാനിന്റെ ഭാഗമാണ് നിങ്ങൾ മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നത് മക്ക രാജ്യമായിരുന്നു. നബി പഠിപ്പിച്ചു, മക്കയിൽ നിന്ന് പിരിഞ്ഞു പോകേണ്ടി വന്നപ്പോ നബിയെ നിങ്ങൾ ഭയക്കണ്ട, നിങ്ങളുടെ ഈ രാജ്യത്തേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരും എന്നൊരു ആശ്വാസവാക്ക് അള്ളാഹുവിൽ നിന്ന് കിട്ടിയതിന്റെ ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പോയിട്ടുള്ളത്. അപ്പോ ഇന്ത്യയിൽ ജനിച്ചു വീണ നമുക്കൊക്കെ നമ്മുടെ രാജ്യം ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ഈ രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യവും ഒക്കെ കാത്തു സൂക്ഷിക്കാനുള്ള ഒരു തീരുമാനം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അതാണ് സ്വാതന്ത്ര്യദിന സന്ദേശമായി നൽകാനുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم آت أنفسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها يا رب العالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.